18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ പോരാട്ടം നടത്തി വിജയം നേടിയ സന്യാസി സമൂഹത്തിന്റെ കഥ പറഞ്ഞ നോവലാണ് ആനന്ദമഠം. ഇതിലെ പടപ്പാട്ട് വന്ദേ മാതരം പിന്നീട് ഭാരതത്തിന്റെ ദേശീയ ഗാനമായി അംഗീകരിച്ചു. ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദേശസ്നേഹത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ഈ നോവൽ. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം. ഈ ഗാനം കേട്ട് മഹേന്ദ്രൻ അതിശയിച്ചു. ഒന്നും മനസ്സിലായില്ല. ചോദിച്ചു, സുജല സുഫല മലയജ ശീതള സസ്യശ്യാമള ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഭവാനന്ദൻ പാടിക്കൊണ്ടിരുന്നു. ശുഭ്ര ജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗതാം വരദാം മാതരം മൽഹാർ രാഗം. മഹേന്ദ്രൻ പറഞ്ഞു, അത് നമ്മുടെ നാടാണല്ലോ, അമ്മയല്ല. ഞങ്ങൾക്ക് മറ്റ് അമ്മമാരെ അറിയില്ല. ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപീകരീയസി. ഞങ്ങൾ ജന്മഭൂമിയെ അമ്മയെന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് അമ്മയില്ല, അച്ഛനില്ല, ഭാര്യയോ മക്കളോ ഇല്ല, വീടും ബന്ധുക്കളുമില്ല. ഞങ്ങൾക്കുള്ളത് ഈ സുജല സുഫല മലയജ സമീരണ ശീതള സസ്യശ്യാമള. മഹേന്ദ്രൻ പറഞ്ഞു, എങ്കിൽ പാടൂ, ഇനിയും പാടൂ. ഭവാനന്ദൻ വീണ്ടും പാടി. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഗതാം വരദാം മാതരം വന്ദേ മാതരം.